കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം. ആ മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബൽ ഞാൻ വേണ്ടാന്ന്. അപ്പൊ ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജസ്ന സലീമിന് മതമില്ല. ജസ്ന സലീം മുസ്ലിം ആണോ ഹിന്ദു ആണോ, നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണം. മോളെ, ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഇസ്ലാം മതം എന്നുള്ളത് വ്യക്തി കേന്ദ്രീകൃതമല്ല. ഒരാൾ എന്ത് ചെയ്യുന്നു അതല്ല മതം. മുസ്ലിമായി പേരിൽ മാത്രം നടന്നിട്ടൊരു കാര്യമില്ല. വിശ്വാസിയോടാണ് മതങ്ങൾ, മതത്തിന്റെ നിയമങ്ങൾ പറയുന്നത്. ഞാനിപ്പോൾ എൻ്റെ പേര് ഷഫീഖ് റഹ്മാൻ, എന്നോട് എൻ്റെ റബ്ബ് അല്ലെങ്കിൽ എൻ്റെ മതം പറയുന്നത്, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നീ കള്ള് കുടിക്കരുത്, മുസ്ലിം ആണെങ്കിൽ നീ കള്ള് കുടിക്കരുത്. എന്നാൽ ഞാൻ പോയി കള്ള് കുടിച്ചാൽ എൻ്റെ പേരായ ഷഫീഖ് റഹ്മാൻ മുസ്ലിം നാമധാരി എന്ന പേരിൽ നിന്ന് ഞാൻ പുറത്തു പോകുന്നില്ല. പക്ഷെ മതം പറയുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ നിന്ന് ഞാൻ ഔട്ടാണ്. കാരണം എൻ്റെ മതം എന്നോട് പറയുന്നത് കള്ള് കുടിക്കരുത് എന്നാണ്. കള്ള് കുടിച്ചോ അവർക്ക് വിശ്വാസമില്ല. അതുപോലെ തന്നെയാണ് നിനക്ക് വേണമെങ്കിൽ തട്ടമിടാം, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. പക്ഷെ നീ അറിയേണ്ട ഒരു കാര്യം എന്നുള്ളത് വ്യക്തി കേന്ദ്രീകൃതമല്ല മതം. നീ എന്ത് ചെയ്തു, നീ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഇസ്ലാം മതം ഇടിയാനോ ഇസ്ലാം മതം പൊന്താനോ പോകുന്നില്ല. കാരണം പരിശുദ്ധമായ ഖുർആനിന്റെ തിയറി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കലാം എന്നുള്ളത് ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. പ്രവാചകന് മക്കാ മുശ്രിക്കുകളോട് പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയതുപോലെ നടക്കാം. പക്ഷേ മുസ്ലിം ആണെങ്കിൽ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കഴിഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് പോകണമെന്ന് വിശ്വസിക്കുന്നവരാണ് നാം. അതിലുപരി കുടുംബം പോലും സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എത്രയധികം ലാഘവത്തോടെയാണ് ആ കാണുന്നത്. ആ ഉമ്മാന്റെ വാക്കുകളൊന്നും നിങ്ങൾ കേട്ടു നോക്കി. ഉമ്മക്ക് ആൾക്കാർ കുറ്റം പറയുമ്പോഴൊക്കെ വിഷമമൊക്കെ തോന്നാറുണ്ടോ? ഞാൻ അവളോട് പറയല്ലോ, പറയുന്നവരായിരുന്നു പറഞ്ഞോട്ടെ, ഇല്ലല്ലോ. ഇതിലെല്ലാം അപ്പുറം എത്രയോ വലിയ വ്യക്തികള് മരണത്തിന്റെ തൊട്ട് ദിവസങ്ങൾ മുമ്പ് വരെ വഴി പിഴച്ചു പോയ സംഭവങ്ങളുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ അറിവുള്ള ആളാരാണ്? ശൈത്താന്. മലക്കാള ഉസ്താദാണ്. മൂപ്പര് വരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടില്ലേ. അപ്പൊ വിശ്വാസ കേന്ദ്രീകൃതമാണ് ഇസ്ലാം മതം. ഓക്കെ, ഇൻഷാ അല്ലാഹ്.